ജൂലൈ 22. പാപാവസ്ഥയിലായിരുന്നപ്പോഴും വിശുദ്ധയായിരുന്നപ്പോഴും ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന വിശുദ്ധ മഗ്ദലന മറിയമാണ് ഇന്നത്തെ വിശുദ്ധ. ഐതിഹ്യങ്ങളിൽ പലപ്പോഴും മഗ്ദലന മറിയത്തെ യേശുവിൻ്റെ പാദം കഴുകി തുടച്ച പാപിനിയായ സ്ത്രീയായിട്ടാണ് പരാമർശിക്കുന്നത്. ബഥാനിയായിൽ നിന്ന് വരികയും പാപഭംഗിലമായ ജീവിതം നയിച്ചതിന് ശേഷം പിന്നീട് യേശുവിൻ്റെ ശിഷ്യയുമായി തീർന്ന മഗ്ദലന മറിയം നമുക്ക് ഒരു ചിന്താവിഷയമാകേണ്ടതാണ്. അനുതാപത്തിൻ്റെ ജീവിതം ആരംഭിച്ച ആ പാപിനിയായ സ്ത്രീക്കാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള ആദ്യ ദർശനം ലഭിക്കുന്നത്. അവൾ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച മാതാവിനോടൊപ്പം മഗ്ദലന മറിയവും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ഉത്ഥാന ദിവസം രാവിലെ മറ്റു സ്ത്രീകൾക്കൊപ്പം മഗ്ദലന മറിയവും യേശുവിൻ്റെ കല്ലറയിൽ പോയിരുന്നു. കല്ലറയ്ക്ക് സമീപം പൂന്തോട്ടത്തിൽ വെച്ച് യേശു ആദ്യമായി അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം ആദ്യമായി അപ്പസ്തോലന്മാരെ അറിയിച്ചത് മഗ്ദലന മറിയമാണ്. തുടർന്നാണ് പത്രോസും യോഹന്നാനും എന്താണ് സംഭവിച്ചതെന്നറിയാൻ കല്ലറയിലേക്ക് ഓടുന്നത്. കഫർനാമിനും തിബേരിയാസിനുമിടയിൽ ഗലീലി കടൽ തീരത്തുള്ള ഒരു മുക്കുവ ഗ്രാമമായ മഗ്ദലനയിൽ നിന്നുമാണ് അവൾ വരുന്നത്. മഹാപാപിനി എന്ന നിലയിലാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. തെരുവുകളിലൂടെ അലഞ്ഞ അവൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും യേശു പ്രസംഗിച്ചത് കേട്ടതിന് ശേഷം തൻ്റെ ജീവിതം നവീകരിച്ചു. വിശുദ്ധ മഗ്ദലന മറിയം മഹത്തായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. യേശുവിനോട് ചേർന്നിരുന്നു കൊണ്ട് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സത്യം ഗ്രഹിക്കുകയും ആ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തൻ്റെ പിന്നീടുള്ള ജീവിതം മുഴുവൻ ചിലവഴിച്ചോളുമാണ് വിശുദ്ധ മഗ്ദലന മറിയം. മഗ്ദലന മറിയത്തെ എവിടെയാണ് മരണശേഷം അടക്കം ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി വലിയ അറിവില്ല. ഐതിഹ്യമനുസരിച്ച് അവൾ തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ചിലവഴിച്ച ഫ്രാൻസിലെ പ്രോവൻസിലെ ഗുഹയിൽ വെച്ചാണ് വിശുദ്ധ മരണപ്പെട്ടതെന്നാണ് നിഗമനം. മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു തീർക്കാതെ തമ്പുരാനോട് ചേർന്നിരുന്ന് കരയാനും അവിടത്തെ കാണുവാനുമുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.